സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ ക്രിസ്മസ് വൈബാണ് കേട്ടോ. അപ്പം ഇവിടെ ഓരോ മുക്കിലും മൂലയിലും നോക്കിയാൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ്, ക്രിസ്മസ് മാർക്കറ്റ്, അങ്ങനെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുപോലെ നമ്മൾ ഈ വീക്കെൻഡിൽ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ വർഷവും നടക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ വർഷവും ഒരു നവംബർ എൻഡോടുകൂടി ഇങ്ങനെ ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ തുടങ്ങും. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ലൈറ്റ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലത്തൊക്കെ ചെറിയൊരു ഫീ ഉണ്ട് കേട്ടോ എൻട്രൻസിന്. പക്ഷേ ഇവിടെ അവിടെ അങ്ങനെ ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ രണ്ട് സൈഡിലും എന്ന് വെച്ചാൽ നിറയെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെയാണ്. പിന്നെ മാരിയറ്റ്, പിന്നെ കുറേ ബാങ്കുകൾ. അപ്പം അങ്ങനെയുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്കിങ്ങനെ നടന്നിട്ട് ഒരു ഓപ്പൺ എയറിലൊക്കെ നടന്നിട്ട് നല്ല ഭംഗിയിൽ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ പോയിരിക്കുന്നത് റോസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൽ ഒരു മെൽറോസ് ആർച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ലൈറ്റ് കാണാൻ പോയിരിക്കുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. ഇത് വീക്കെൻഡ് ആയതുകൊണ്ടാണ് അത്യാവശ്യം റഷ് ഉണ്ടായി. അല്ലെങ്കിൽ ഇത്ര റഷ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാ ദിവസവും ഒരു 6 മണി മുതൽ ഒരു 10 മണി വരെ ഇങ്ങനെ ഈ ഒരു ലൈറ്റ് ഷോ നടക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വരും, ഫോട്ടോസൊക്കെ എടുക്കും, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. പിന്നെ അവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ലേറ്റായി കേട്ടോ. ഇറങ്ങിയപ്പോൾ ഒരു 11 മണിയായി. അപ്പോഴാണ് ഈ പിള്ളേർ ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് കണ്ട്. ഇവിടെ ഒരു 25 റാൻഡേ ഉള്ളൂ പെർ ഹെഡ് ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. അത് കഴിഞ്ഞപ്പം നമ്മൾ ആ ഏരിയയിൽ ആരും ഉണ്ടായിരുന്നില്ല. സോ അതായത് ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ലൈറ്റ്സിൻ്റെ മാത്രം വീഡിയോ എടുത്തിട്ടുണ്ടായി. അത് ഞാൻ ഇന്ന് അവസാനം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അതായത് പിള്ളേർക്ക് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാനും. പിന്നെ നമ്മളെ ഷുഗർ ക്യാൻഡി ഇല്ലേ, എന്താ ശരിക്കും പറയാമെന്ന് എനിക്കറിയില്ല. ഇതാണ് ആ സാധനം. അത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടത്. ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. അതിന് മുമ്പിൽ ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് ആ സാധനം കിട്ടുക. അതെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സംഭവത്തിൽ ഉണ്ടാക്കുന്നത് കാണുന്നത്. നല്ല രസമുണ്ടായി.